ഏതെങ്കിലും പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് വേണ്ടി കൊടിപിടിക്കുക എന്നതല്ല. തൗഹീദിനു വേണ്ടി ആര് പ്രവർത്തിക്കുന്നു തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ട്. വാചകങ്ങളിൽ മാത്രം തൗഹീദ് പറയുകയും പ്രവർത്തനങ്ങളിൽ തൗഹീദിനെ തല്ലിക്കെടുത്തുകയും ചെയ്യുന്ന ഒട്ടേറെ സംഘങ്ങളും സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് മറുപടി മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞുപോയിട്ടുണ്ട്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ് കുല്ലു ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി വഹുവ സനമുക ലാ യൻഫഉ തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഫുതൂഹുൽ ഗൈബിൽ നമുക്ക് വായിക്കാൻ കഴിയും. തനിക്ക് എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുക? നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ, 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ. നിന്റെ ദിക്റുകളിൽ അഫ്ളലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെ നിനക്കത് പറയാൻ കഴിയും? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരാണുള്ളത്. കുല്ലു ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, നിന്റെ പ്രയാസങ്ങൾ പറയുകയും നിന്റെ ഭാരം ഇറക്കി വെക്കുകയും ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന് പുറമെ ആരോടൊക്കെ നിന്റെ പരാതികൾ പറയുന്നുണ്ടോ, നിന്റെ പ്രശ്നങ്ങൾ നീ അവതരിപ്പിക്കുന്നുണ്ടോ, നിന്റെ പരിഭവങ്ങൾ നീ പറയുന്നുണ്ടോ, ആ പറയുന്നവരൊക്കെ യഥാർത്ഥത്തിൽ വഹുവ സനമുക, അവർ നിന്റെ വിഗ്രഹങ്ങളാണ്, നിന്റെ ഹൃദയത്തിൽ കുടിയിരുത്തപ്പെട്ട വിഗ്രഹങ്ങളാണവർ. ലാ യൻഫഉ തൗഹീദുൽ ലിസാനി മഅ ശിർക്കിൽ ഖൽബ്. വളരെ സുന്ദരമായ വാചകങ്ങൾ. ഒരിക്കലും തന്നെ തൗഹീദിന്റെ നാവ് ഉപകാരപ്പെടുകയില്ല കൽബ് ശിർക്കിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കെ. ഹൃദയത്തിൽ 1000 ദൈവങ്ങളെ പൂവിട്ട് പൂജിക്കുകയും നാവിൽ ലോകത്തെ പ്രവാചകന്മാർ പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം പേറി നടക്കുകയും ചെയ്താൽ മാത്രം തൗഹീദിന്റെ വക്താവാകാൻ കഴിയില്ല എന്ന് പറയുന്നത് നമ്മളല്ല, പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് ചിന്തിക്കുക, ആരാണ് തൗഹീദിന്റെ വക്താക്കളെന്ന് തിരിച്ചറിയുക. ആരാണ് തൗഹീദിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്നത്, അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്നത്, തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കണം. ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോടൊപ്പം നടന്നാൽ നമ്മുടെ ജീവിതത്തെ കർമ്മോത്സുകമാക്കാൻ, ഖുർആനിന്റെ പാതയിലേക്ക്, സുന്നത്തിന്റെ പാതയിലേക്ക്, ദിക്റിന്റെ പാതയിലേക്ക്, അനുസരണത്തിന്റെ പാതയിലേക്ക്, ക്ഷമയുടെ പാതയിലേക്ക്, ഇബാദത്തുകളുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ ആരെയാണ് നാം കാത്തിരിക്കുന്നത്? ആരെയാണ് കാത്തിരിക്കുന്നത്? സമയം വൈകിയിരിക്കുന്നു എന്ന തോന്നലാണ് നമുക്കുണ്ടാവേണ്ടുന്നത്. സമയമായില്ല എന്ന തോന്നലല്ല. ജീവിതത്തിന്റെ സായാഹ്നങ്ങൾ വരട്ടെ, ചമ്രം പടിഞ്ഞിരുന്ന് ഞാൻ ഖുർആൻ 100 ആവർത്തി ഓതിക്കൊള്ളാമെന്ന് ആലോചിക്കുന്നവർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. ജീവിതത്തിന്റെ അസ്തമയങ്ങൾ വരട്ടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തെ ധന്യമാക്കിക്കൊള്ളാം എന്ന് വിചാരിക്കുന്നവർ നമുക്കിടയിലുണ്ട്. എന്നാൽ അള്ളാഹു ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മെ തിരിച്ചു കൊണ്ടുപോകുവാൻ. മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഒരു വിശ്വാസിയുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കേണ്ടുന്ന വാചകം. അവിടെ കണ്ണീരിന് വിലയുണ്ടാവുകയില്ല, അവിടെ റെക്കമെൻഡുകൾ വില പോവുകയില്ല. ജീവിതത്തിന്റെ പരാതികളും പരിഭവങ്ങളും 10 വർഷത്തെ പ്രവാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ ഭവനത്തിൽ വീട് കയറി താമസിക്കാനുള്ള ഒരവധിയെങ്കിലും എനിക്ക് നീട്ടിത്തരാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാലാഖമാർ കേൾക്കുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു. നമ്മുടെ മനസ്സുകൾ അത് മറന്നുപോയിരിക്കുന്നു. സഹോദരങ്ങളെ, മരണം അടുത്താണ്. മരണം അടുത്താണ്. അത് ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് എന്ന് നാം മനസ്സിലാക്കുക. ആ ബോധമാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കേണ്ടുന്നത്. അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്ക് സ്ഥാനമുണ്ടാവുവാൻ സാധ്യത കാണുന്നുള്ളൂ. മരണം വിദൂരമാണ്. ജീവിക്കാൻ ഇനിയും ഒരുപാട് നാളുകൾ എനിക്ക് ബാക്കിയുണ്ട് എന്ന് ചിന്തിക്കുന്നവൻ ഒരിക്കലും തന്നെ നന്മയിലേക്ക് കടന്നു വരാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു,
ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ടത് നമ്മളാണ്. ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എന്നതുകൊണ്ട് സ്വർഗത്തിൽ കയറ്റിക്കൊള്ളാമെന്ന് അള്ളാഹു ആരോടും വാക്ക് തന്നിട്ടില്ല. ഏതെങ്കിലും സംഘടനയുടെ മെമ്പർഷിപ്പുകൾ ഉള്ളതുകൊണ്ട്, ഏതെങ്കിലും മതപഠന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്ന് ബിരുദങ്ങളോ ബിരുദാനന്തര ബിരുദങ്ങളോ ഉള്ളതുകൊണ്ട് സ്വർഗത്തിൽ സീറ്റുണ്ടെന്ന് പല കള്ളത്തരീക്കത്തിന്റെ മശായിഖന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നതല്ലാതെ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ സത്യം മാത്രം പറഞ്ഞവരാരും വാക്ക് തന്നിട്ടില്ല. ആ വസ്തുത നമ്മളെ ചിന്തിപ്പിക്കണം. അധ്വാനിക്കണം, അധ്വാനിക്കണം, അധ്വാനിക്കണം. 10 രൂപ കയ്യിൽ കിട്ടാൻ വേണ്ടി ഏത് പൊരുവയിലെത്തും അധ്വാനിക്കാൻ തയ്യാറുള്ള ആളുകൾ സ്വർഗത്തിലൊരു ഇരിപ്പിടത്തിന് വേണ്ടി, സ്വർഗത്തിലൊരു പരവതാനിക്ക് വേണ്ടി, സ്വർഗത്തിലൊരു മരത്തണലിന് വേണ്ടി എന്തേ അധ്വാനിക്കാതിരിക്കുന്നത്? സ്വർഗത്തിലെ സുഖാനുഭവങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് നൽകിയിട്ടില്ലേ? നരകത്തിന്റെ അപാരങ്ങളായ ശിക്ഷകൾ അക്രമികളെ കാത്തിരിക്കുന്നു എന്ന വർത്തമാനം അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പക്ഷേ എന്താണ് നാം തിരുത്താത്തത്? എന്താണ് നമ്മുടെ ജീവിതങ്ങളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാത്തത്? ഖുർആൻ നരകത്തെ വിശേഷിപ്പിച്ച ഒരു പദം കേട്ട് നമ്മളൊക്കെ ഞെട്ടേണ്ടതുണ്ട്. സഖർ എന്നാണ് ഖുർആൻ നരകത്തിന്റെ തീയിനെ കുറിച്ച് പറഞ്ഞത്. സഖർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? തലയൊട്ടിയെപ്പോലും കരിച്ചു കളയാൻ ഗാഢശേഷിയുള്ള തീ എന്നാണ് അതിനർത്ഥം. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. തലയൊട്ടിയെപ്പോലും ഏത് ദുരന്തങ്ങൾ നടന്നാലും, ഏത് ബോംബാക്രമണങ്ങൾ നടന്നാലും, ഏത് തീവെട്ടിക്കൊള്ളകൾ നടന്നാലും, ഏത് സ്ഫോടനങ്ങൾ നടന്നാലും, ഏത് വെടിമരുന്ന് ശാലകൾക്ക് തീപിടിച്ചാലും, എത്ര മിസൈലുകൾ വർഷിക്കപ്പെട്ടാലും, ആറ്റം ബോംബുകൾ പോലും വീണുടഞ്ഞാലും, അതെല്ലാം ഗർജിച്ചാലും ശരി, തലയൊട്ടികൾ നാം അവിടെ കാണാറുണ്ട്. ദുരന്തങ്ങളുടെ ബാക്കിപത്രമായി തലയൊട്ടികൾ നമ്മൾ അവിടെ കാണാറുണ്ട്. എന്നാൽ നരകത്തിന്റെ തീ തലയൊട്ടിയെപ്പോലും ബാക്കി വെക്കില്ലെന്ന് അള്ളാഹുവിന്റെ കിതാബ് പറയുമ്പോ, അള്ളാഹുവിന്റെ റസൂല് നമ്മ മുന്നറിയിപ്പ് നൽകുമ്പോ, തലയൊട്ടിയെപ്പോലും കരിച്ചു കളയുന്ന സഖർ എന്ന തീരെ നിങ്ങൾ ഭയപ്പെടൂ എന്ന് ഖുർആൻ നമ്മളോട് പറയുമ്പോ, ആരെയാണ് സഹോദരി നമ്മൾ കാത്തിരിക്കുന്നത്? ജീവിതത്തിന്റെ വഴിത്തിരിവാകണം ഈ സംസാരം, ഈ ഒത്തുചേരൽ. ജീവിതത്തിന്റെ വഴിത്തിരിവാകണം ഈ സംഗമം, ഈ ക്യാമ്പയിൻ. ജീവിതത്തിന്റെ വഴിത്തിരിവാകണം ഈ നിമിഷങ്ങൾ. അതിനുവേണ്ടി പരിശ്രമിക്കുക, ജീവിതത്തിൽ ഇടപെടുക എന്നാണ് എനിക്ക് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്.